ഇന്റർനെറ്റിൽ ഏറെ പ്രശസ്തമായ ഒന്നാണ് ഒരു മെക്സിക്കൻ മത്സ്യത്തൊഴിലാളിയുടെ ഈ കഥ. ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു സന്ദേശമാണിതിലുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓൺലൈൻ മാഗസിനിലാണ് ഞാനിത് ആദ്യമായി വായിക്കുന്നത്. അമിതമായ മോഹങ്ങളെ ഒന്ന് പിടിച്ചു നിർത്താനും ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഓർമ്മിപ്പിക്കാനും ഇടയ്ക്കിടെ ഈ വരികൾ എന്നെ സഹായിക്കാറുണ്ട്. നിങ്ങളുടെ സമയത്തിനും ഇത് വിലപ്പെട്ടതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു ചെറിയ മെക്സിക്കൻ തീരദേശ ഗ്രാമം. അവിടെ കടൽപ്പാലത്തിൽ നിൽക്കുകയായിരുന്നു അമേരിക്കാരനായ ഒരു ബിസിനസ്സുകാരൻ. അപ്പോഴാണ് ചെറിയൊരു വള്ളത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി തീരത്തേക്കടുത്തത്. ആ വള്ളത്തിൽ നല്ല വലിപ്പമുള്ള കുറച്ച് ട്യൂന മത്സ്യങ്ങളുണ്ടായിരുന്നു. മീനുകളുടെ ഗുണനിലവാരം കണ്ട് അമേരിക്കക്കാരൻ അയാളെ അഭിനന്ദിച്ചു. ഇത്രയും മീനുകളെ പിടിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വന്നു? അമേരിക്കക്കാരൻ ചോദിച്ചു. വളരെ കുറച്ച് സമയം മതിയായിരുന്നു, അയാൾ മറുപടി നൽകി. എങ്കിൽ കുറച്ചുകൂടി സമയം കടലിൽ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മീനുകളെ പിടിക്കാമായിരുന്നില്ലേ? അമേരിക്കക്കാരന് സംശയം. എന്റെ കുടുംബത്തിന്റെ ഇന്നത്തെ ആവശ്യങ്ങൾക്ക് ഇത് ധാരാളമാണ്, മത്സ്യത്തൊഴിലാളി വളരെ ശാന്തനായി പറഞ്ഞു. അല്ല, അപ്പോൾ നിങ്ങളുടെ ബാക്കി സമയം നിങ്ങൾ എന്തു ചെയ്യും? അയാൾ വീണ്ടും ചോദിച്ചു. മത്സ്യത്തൊഴിലാളി പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ സുഖമായി ഉറങ്ങി കുറച്ചു വൈകി എഴുന്നേൽക്കും, അല്പനേരം മീൻ പിടിക്കാൻ പോകും, പിന്നെ എൻ്റെ കുട്ടികളോടൊപ്പം കളിക്കും, ഉച്ചയ്ക്ക് എൻ്റെ ഭാര്യ മരിയയോടൊപ്പം കുറച്ചു നേരം വിശ്രമിക്കും, വൈകുന്നേരങ്ങളിൽ ഗ്രാമത്തിലേക്ക് നടക്കാൻ പോകും, അവിടെ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ചായയോ കാപ്പിയോ കുടിച്ച് ഗിറ്റാർ വായിച്ച് പാട്ടുപാടും. എൻ്റെ ജീവിതം വളരെ സന്തോഷം നിറഞ്ഞതും സമ്പൂർണവുമാണ് സാർ. ഇതു കേട്ട് അമേരിക്കക്കാരൻ പരിഹാസത്തോടെ പറഞ്ഞു, ഞാൻ ഹാർവാർഡിൽ നിന്ന് MBA കഴിഞ്ഞ ആളാണ്. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ മീൻ പിടിക്കാൻ കുറച്ചുകൂടി കൂടുതൽ സമയം കണ്ടെത്തണം. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ച് നിങ്ങൾക്കൊരു വലിയ ബോട്ട് വാങ്ങാം. ആ വലിയ ബോട്ടിൽ നിന്നുള്ള ലാഭം കൊണ്ട് പിന്നീട് കുറച്ചുകൂടി ബോട്ടുകൾ വാങ്ങാം. അങ്ങനെ അവസാനം നിങ്ങൾക്ക് മീൻപിടുത്ത ബോട്ടുകളുടെ വലിയൊരു ശൃംഖല തന്നെ സ്വന്തമാകും. അയാൾ തുടർന്നു, പിന്നെ ഇടനിലക്കാർക്ക് മീൻ വിൽക്കുന്നതിനു പകരം നിങ്ങൾക്ക് നേരിട്ട് കച്ചവടം ചെയ്യാം. സ്വന്തമായി ഒരു ഫാക്ടറി തുറക്കാം. ഉൽപാദനവും വിതരണവുമൊക്കെ പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. അപ്പോൾ ഈ ചെറിയ ഗ്രാമം വിട്ട് നിങ്ങൾക്ക് മെക്സിക്കോ സിറ്റിയിലേക്കും പിന്നീട് ലോസ് ആഞ്ചലസിലേക്കും അവസാനം ന്യൂയോർക്കിലേക്കും താമസം മാറാം. അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഈ വലിയ സാമ്രാജ്യം നിയന്ത്രിക്കാം. മത്സ്യത്തൊഴിലാളി ചോദിച്ചു, പക്ഷേ സാർ, ഇതിനെല്ലാം കൂടി എത്ര വർഷമെടുക്കും? അമേരിക്കക്കാരൻ മറുപടി നൽകി, ഏകദേശം 15-20 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും സാർ? അമേരിക്കക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണിതിലെ ഏറ്റവും രസകരമായ ഭാഗം. സമയം പാകമാകുമ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ഓഹരികൾ പബ്ലിക്കായി വിൽക്കാം. അങ്ങനെ ഒറ്റയടിക്ക് നിങ്ങൾ കോടീശ്വരനാകും. മില്യനുകൾ നിങ്ങൾ സമ്പാദിക്കും. മില്യനുകളോ? എന്നിട്ട് ഞാൻ എന്തു ചെയ്യും? മത്സ്യത്തൊഴിലാളി വീണ്ടും ചോദിച്ചു. അമേരിക്കക്കാരൻ സാവധാനം പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുമ്പോൾ ജോലിയിൽ നിന്ന് വിരമിക്കാം. താമസം ഒരു ചെറിയ തീരദേശ ഗ്രാമത്തിലേക്ക് മാറ്റാം. അവിടെ നിങ്ങൾക്ക് സുഖമായി ഉറങ്ങി വൈകി എഴുന്നേൽക്കാം, അല്പനേരം മീൻ പിടിക്കാൻ പോകാം, കുട്ടികളോടൊപ്പം കളിക്കാം, ഉച്ചയ്ക്ക് ഭാര്യയോടൊപ്പം വിശ്രമിക്കാം, വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചായയോ കാപ്പിയോ കുടിച്ച് ഗിറ്റാർ വായിച്ച് പാട്ടുപാടാം. ഈ കൊച്ചു കഥ നൽകുന്ന പാഠങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഭാവിയെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുന്നതിന് പകരം വർത്തമാനകാലത്തിൽ ജീവിക്കാനും നമുക്കുള്ളതിൽ സംതൃപ്തി കണ്ടെത്താനുമുള്ള വലിയൊരു സന്ദേശമാണിത് നൽകുന്നത്. നമ്മുടെ മോഹങ്ങളെ അതിരുകളില്ലാതെ വളരാൻ അനുവദിക്കാതെ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയാൻ ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. എല്ലാവരും എന്തിനോ വേണ്ടി ഓടുന്നു എന്നതുകൊണ്ട് മാത്രം എങ്ങോട്ടാണെന്നറിയാതെ ആ ആൾക്കൂട്ടത്തിന് പിന്നാലെ ഓടാതിരിക്കുക. ശാന്തമായ ഒരു മനസ്സോടെ നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് തിരിച്ചറിയുക. മെക്സിക്കൻ മത്സ്യത്തൊഴിലാളിയുടെ കഥ ഒരു പുനർവായന എന്ന അജ്മലിൻ്റെ എഴുത്താണ് ഞാനിവിടെ വായിച്ചത്. കൂടുതൽ വായിക്കാനും കേൾക്കാനും theborderofamindcom സന്ദർശിക്കുക.